ഹായ് എവരി വൺ. നെക്സ്റ്റ് ക്ലാസ് ഒരു ബേസിക് ബോഡീസിൻ്റെ പാറ്റേണിൽ നിന്ന് എങ്ങനെയാണ് ഒരു ബ്ലൗസിൻ്റെ പാറ്റേൺ തയ്യാറാക്കുന്നതെന്നാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു ബേസിക് ബോഡീസിൻ്റെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും എടുക്കുക. ഇതാണ് ബാക്ക് പാർട്ട്, ഇത് ഫ്രണ്ട് പാർട്ട്. ഇതൊരു പേപ്പറിലേക്ക് ട്രേസ് ചെയ്തെടുക്കുക. ആദ്യം തന്നെ നമുക്ക് ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ ഇറക്കം കുറയ്ക്കണം. അപ്പോൾ നമുക്കതൊരു 14 ഇഞ്ചായിട്ട് ഇറക്കം കുറയ്ക്കാം. അത് 14 ഇഞ്ചാക്കുക. എന്നിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇപ്പോൾ നമ്മൾ ഇറക്കം ബ്ലൗസിന് ആവശ്യമുള്ള ഇറക്കം എടുത്തു കഴിഞ്ഞു. അതിനുശേഷം ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് ഒരു 7.5 ഇഞ്ച് ഇറക്കം എടുക്കാം. അതും അടയാളപ്പെടുത്തി വരയ്ക്കുക. ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വരയ്ക്കാം. ബ്ലൗസിന് നെക്കിന് ഇറക്കമുള്ളത് കൊണ്ട് നമുക്ക് ഷോൾഡർ അധികം എടുക്കണ്ട. ഷോൾഡർ അധികമായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വലിഞ്ഞു നിൽക്കും. അപ്പോൾ നമുക്ക് അതിന് ഷോൾഡർ കുറയ്ക്കണം. അപ്പോൾ ഒരു ബ്ലൗസിന് സാധാരണ 3-3.5 ഇഞ്ച് ഇറക്കം ഈ ബ്ലൗസിന് മതിയാകും. പക്ഷെ നമുക്ക് ഷോൾഡർ കുറയ്ക്കാം. അതിനുശേഷം ആം ഹോൾ അടയാളപ്പെടുത്തുക. ആം ഹോൾ ഒരു 6 ഇഞ്ച് മതിയാവും. അതിനുശേഷം ആം ഹോൾ വരയ്ക്കുക. നിലവിലുള്ള ബേസിക് ബോഡീസിൻ്റെ ആം ഹോളിൽ നിന്ന് കുറച്ച് കയറി വരും. അതാണ് നമ്മൾ ഇതിൽ ആം ഹോൾ വരയ്ക്കുക. ബാക്ക് ആയതുകൊണ്ട് അധികം കുഴിച്ച് വരയ്ക്കേണ്ട. ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ആം ഹോളും ഷോൾഡർ. അപ്പോൾ ഇത്രയും മാറ്റങ്ങൾ നമ്മൾ ഈ ബേസിക് ബോഡീസിൽ മാറ്റം വരുത്തണം. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഇറക്കം കുറയ്ക്കുക. അതിനുശേഷം കഴുത്ത്, ഇപ്പോൾ ഇതിൽ 2 ഇഞ്ച് 2.5 ഇഞ്ച് ഇറക്കമുള്ളൂ. അപ്പോൾ നമ്മളൊരു 7 ഇഞ്ച് ഇറക്കത്തിൽ കഴുത്ത് വരയ്ക്കുക. അതിനുശേഷം ഷോൾഡറിൻ്റെ അളവ് കുറയ്ക്കുക. അതിനുശേഷം ആം ഹോൾ കുറച്ച് കയറ്റിയെടുക്കുക. അപ്പോൾ ഇത്രയും ആം ഹോൾ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ 6 ഇഞ്ചിന് വേണ്ടിയിട്ട് കുറച്ച് കയറ്റിയെടുത്തതിന് ശേഷം ഷേപ്പ് വരയ്ക്കുക. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വെട്ടിയെടുത്ത പാറ്റേൺ ആണ് ഇത്. ഇപ്പോൾ ഇവിടെ കുറേ വരകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വരകൾ കാണാത്ത വിധത്തിൽ വേറൊരു പേപ്പറിലേക്ക് കറക്റ്റായിട്ട് ട്രേസ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇവിടെ വേണമെങ്കിൽ ഡാട്ട് തയ്ക്കാം. അല്ലെങ്കിൽ ഈ ഡാട്ട് ക്ലോസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഷേപ്പ് വരും. അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ നമുക്ക് ബ്ലൗസിൻ്റെ ബാക്ക് പാറ്റേൺ കിട്ടി. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് ബേസിക് ബോഡീസിൻ്റെ ഫ്രണ്ട് പാർട്ട് എടുക്കുക. ഇതാണ് ബേസിക് ബോഡീസിൻ്റെ ഫ്രണ്ട് പാർട്ട്. ഇത് വേറൊരു പേപ്പറിലേക്ക് ട്രേസ് ചെയ്തെടുക്കുക. ഈ പാറ്റേണിന് 16 ഇഞ്ച് ഇറക്കമുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലൗസിന് 14 ഇഞ്ച് ഇറക്കമുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ 14 ഇഞ്ച് ഇറക്കം എടുത്തിട്ട് കട്ട് ചെയ്ത് കളയാം. അല്ലെങ്കിൽ പിന്നീട് അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് 14 ഇഞ്ച് എവിടെയാണ് വരുന്നത് അവിടെ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഇത് കട്ട് ചെയ്ത് എടുക്കുക. ഇപ്പോൾ നമുക്ക് ബ്ലൗസിൻ്റെ ഇറക്കം ശരിയാക്കിയിട്ടുള്ള പാറ്റേൺ കിട്ടി. അതായത് 16 ഇഞ്ചിൽ നിന്ന് 14 ഇഞ്ചാക്കി ഇറക്കം മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പേപ്പറിലേക്ക് ട്രേസ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ പാറ്റേണിൽ കുറേ മാറ്റങ്ങൾ വരുത്താനുണ്ട്. അതായത് കഴുത്ത് വരയ്ക്കണം, അതുപോലെ തന്നെ ഷോൾഡറിൽ മാറ്റം വരുത്തണം, ബാക്ക് പാർട്ടിൽ മാറ്റം വരുത്തിയതുപോലെ തന്നെ അതുപോലെ ആം ഹോളിൽ മാറ്റം വരുത്തണം. ഇനി ഇതാദ്യം തന്നെ നമുക്കിവിടെ ബെസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്യാം. ബെസ്റ്റ് പോയിന്റിൽ നിന്ന് ബെസ്റ്റിൻ്റെ എൻഡ് വരെ അതായത് അണ്ടർ ബെസ്റ്റ് വരെ ഉള്ള ഇറക്കം നോക്കണം. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് മുതൽ 3 ഇഞ്ച് വരെ എടുക്കാം. ഇവിടെ ഞാൻ 2 ഇഞ്ചാണ് എടുക്കുന്നത്. ബ്രസ്റ്റിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് അതിൽ മാറ്റം വരും. അപ്പോൾ നമ്മൾ കൂടുതൽ എടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ 2 ഇഞ്ച് എടുത്തിട്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കും. അതിനെ ബെസ്റ്റ് റേഡിയസ് എന്നാണ് പറയുന്നത്. അത് ഒരു കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കുക. ഇപ്പോൾ നമ്മൾ ബെസ്റ്റ് റേഡിയസ് വരച്ച് കഴിഞ്ഞു. അതിന് ശേഷം ഇതിൻ്റെ അടിഭാഗത്ത് നിന്ന് സെൻറ്റർ ഫ്രണ്ടിലേക്കും സൈഡ് സീമിലേക്കും വരുന്ന വിധത്തിലുള്ള ഒരു ലൈൻ വരയ്ക്കുക. ഇത് കട്ടിങ് പീസിനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ലൈനിന് സെൻറ്റർ ഫ്രണ്ടിൻ്റെ ഭാഗത്ത് 1 ഇഞ്ചും സൈഡ് സീമിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ചും എടുത്തിട്ട് ഒരു ഷേപ്പ് വരയ്ക്കുക. ഇതിനെ നമ്മൾ കട്ടിംഗ് പീസ് എന്നാണ് പറയുന്നത്.
ഇതിനെ ബെൽറ്റ് പീസ് എന്നും പറയും, അതുപോലെ ബാൻഡ് പീസ് എന്നും പറയും. അതിനുശേഷം ഈ 2 പീസും കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഫ്രണ്ടിൽ ഈ ഭാഗത്ത് ആവശ്യമായ മാറ്റങ്ങൾ നമുക്ക് വരുത്താം. ഇപ്പോൾ നമ്മൾ 2 പീസും, അതായത് കട്ടിങ് പീസും മുകളിലത്തെ പീസും നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഈ മുകളിലത്തെ പീസിന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നെക്ക് വരുത്താനുണ്ട്. അതറിയണമെങ്കിൽ കൂടെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചിടാം. എന്നിട്ട് നെക്ക് ഒരു 6 ഇഞ്ച് എടുത്താൽ മതി. 6 ഇഞ്ചിൽ നെക്ക് വരയ്ക്കുക. പിന്നെ ഷോൾഡറും കുറയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ടിൽ വരച്ച ഷോൾഡർ കുറച്ചുമല്ലോ, അത്രയും തന്നെ ഫ്രണ്ട് പാർട്ടിലും കുറയ്ക്കുക. അതുപോലെ ആം ഹോളും കുറയ്ക്കണം. ഇത് ബാക്ക് പാർട്ടിൻ്റെ വരയ്ക്കാം ആദ്യം. ഫ്രണ്ട് ആയതുകൊണ്ട് കുറച്ച് കുഴിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇത്രയും മാറ്റങ്ങൾ വരുത്തണം. അതുപോലെ തന്നെ ഈ വേസ്റ്റായിട്ട് ഇത്രയും പോരാ. ഒരു ബ്ലൗസിന് വേസ്റ്റായിട്ട് നല്ല വീതി വേണം. മിനിമം ഒരു 2 ഇഞ്ചെങ്കിലും വീതി വേണം. അപ്പോൾ നമുക്കത് ഒരു 2 ഇഞ്ചാക്കാം. എന്നിട്ട് വരയ്ക്കുക. ഇപ്പോൾ ഇത്രയും ഡാട്ട് കൂടിയതുകൊണ്ട് ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വണ്ണം കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിവിടെ എത്ര കൂട്ടിയിട്ടുണ്ട് അത്രയും തന്നെ ഇവിടെ കൂട്ടിയെടുക്കുക. സൈഡ് സീമിൽ കൂട്ടിയെടുക്കുക. ഇപ്പോൾ ഒറ്റ ഡാട്ടുള്ള ഒരു ബ്ലൗസിൻ്റെ പാറ്റേൺ കിട്ടി. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ട്രേസ് ചെയ്തെടുത്ത പാറ്റേൺ ആണ് ഇത്. ഇപ്പോൾ നമുക്ക് ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ട് കിട്ടി. അതുപോലെ കട്ടിങ് പീസ് ഇത്ര നീളം വേണ്ട. എന്നുവെച്ചാൽ ഈ ഡാട്ട് ക്ലോസ് ചെയ്യുമ്പോൾ ഇത്രയും നീളത്തിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക്. അപ്പോൾ അത് ഇവിടുത്തെ ഡാട്ട് ക്ലോസ് ചെയ്യുന്ന വിധത്തിലൊന്ന് മടക്കി വയ്ക്കുക. അങ്ങനെ വെട്ടിയെടുത്ത പീസാണ് ഇത്. അപ്പോൾ നമുക്ക് ഡാട്ട് ക്ലോസ് ചെയ്ത് തയ്ക്കുമ്പോൾ ഇതിൻ്റെ ഷേപ്പ് ശരിക്കും വരും. അങ്ങനെയാണ് 1 ഡാട്ടുള്ള ബ്ലൗസിൻ്റെ പാറ്റേൺ തയ്യാറാക്കുക. ഒറ്റ ഡാട്ടുള്ളതിനാൽ ഇതിന് ഗ്രേ ലൈൻ ക്ലോസ് ആയിരിക്കും. ഇതാണ് ഒരു ബ്ലൗസിന് ആവശ്യമായ പാറ്റേൺസ്. ബാക്ക് പാർട്ട്, ഫ്രണ്ട് പാർട്ട്, കട്ടിങ് പീസ്, സ്ലീവ് ബേസിക് ബോഡീസിൻ്റെ സ്ലീവ് തന്നെ എടുത്താൽ മതി. എന്ന് വെച്ചാൽ അളവിലുള്ളതാണ് നമ്മൾ ബ്ലൗസ് തയ്യാറാക്കിയിരിക്കുന്നത്. ലെങ്ത്തിനനുസരിച്ച് കട്ട് ചെയ്യാം. പിന്നെ നെക്ക് ഫിനിഷ് ചെയ്യാൻ ക്രോസ് പീസാണ് ആവശ്യമുള്ളത്. പിന്നെ ഹുക്ക് വയ്ക്കുന്നതിന് ഫേസിങ് ബൈൻഡിങ് പീസ്. ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്താൽ മതി. ഇത് ഉപയോഗിച്ച് നമുക്ക് 2 ഡാട്ട്, 3 ഡാട്ട്, 4 ഡാട്ട് ബ്ലൗസും കട്ടോരി തുടങ്ങിയ ബ്ലൗസുകളും കട്ട് ചെയ്യാം. നെക്ക് ഇഷ്ടമുള്ള നെക്ക് കട്ട് ചെയ്യാം. ഞാൻ റൗണ്ട് ഷേപ്പ് ചെയ്തതേ ഉള്ളൂ. ഇഷ്ടമുള്ള മോഡലിലുള്ള നെക്കുകൾ ചെയ്യാവുന്നതാണ്. പാറ്റേൺസ് കട്ട് ചെയ്യുമ്പോൾ ആവശ്യമായ ഇൻസ്ട്രക്ഷൻസ് എഴുതി കട്ട് ചെയ്യുക.